ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചൂര, ഇത് നെമ്മീൻ ചൂരയാണേ. ഇത് 1 കിലോ ഉണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 ഇടത്തരം ഉരുളൻകിഴങ്ങ്, അതും റെഡിയാക്കി വെച്ചിട്ട് കഴുകി വെള്ളത്തിയിട്ട് വെച്ചേക്കേ. നമുക്കിത് കറി വെക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് ഇത് ഇങ്ങോട്ടിരിക്കട്ടെ. അതിന് മുമ്പ് ചെറിയൊരു പണിയുണ്ട്. ഇതിരിക്കട്ടെ. ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു 3 ടീസ്പൂണേ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടേ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണേ, വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്. പിന്നെ ഒരു 4 ടീസ്പൂൺ പിരിയമുളക് പൊടിയാണേ. നിങ്ങളുടെ എരിക്കനുസരിച്ച് എത്ര വേണമെങ്കിലും ഇടേ. 4 ടീസ്പൂൺ പിരിയമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, ഇതിനകത്തൊരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. അതും വറുത്ത് പൊടിച്ച പൊടിയാണ്, എല്ലാം വറുത്ത് പൊടിച്ച പൊടികളാണ്, മഞ്ഞൾപ്പൊടി ഒഴിച്ച്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി വെക്കേ. കാര്യം ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് പിടിച്ചിരിക്കട്ടെ. നമുക്കിനി സ്റ്റൗ കത്തിച്ച് കറി വെക്കാൻ തുടങ്ങാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഒരു ചട്ടി ഇങ്ങോട്ട് വെക്കാം. ചട്ടി ഒന്ന് ചൂടാകട്ടെ. ചൂടായ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മതിയേ. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചിട്ടെ. എണ്ണ ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായി. ഈ ചൂടായ എണ്ണയിലോട്ട് സാമ്പാർ ഉള്ളിയില്ലേ, സാമ്പാർ ഉള്ളിയിൽ ഒരു 10-20 എണ്ണം വരും. കുഞ്ഞുള്ളി അത്, വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 10 ഉള്ളി അതിട്ട് കൊടുക്കുക. ഞാൻ അരിഞ്ഞട്ടൊന്നുമില്ല, കഷ്ണമൊന്നും ആക്കിയിട്ടില്ല. കാര്യം കുഞ്ഞുള്ളിയല്ലേ, തീരെ ചെറിയ ഉള്ളി. അത് ഇതൊന്ന് വാടിക്കെട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതിലോട്ട് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കേ. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അതായത് നമുക്കൊന്ന് തക്കാളി ഇടണം. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കേ. ഇതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറിക്കിട്ടട്ടെ. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി. ഇതിനകത്ത് 2 തക്കാളി അരിഞ്ഞതേ, 2 ഇടത്തരം തക്കാളി, ചെറുതല്ലേ, ഇടത്തരം 2 തക്കാളി അരിഞ്ഞത് അതിട്ട് കൊടുത്ത് ഞാൻ കുറച്ചിട്ടേക്കെ. ഈ തക്കാളിയും ഈ കുഞ്ഞുള്ളിയില്ലേ, ഇതൊന്ന് സോഫ്റ്റായി കിട്ടണം. അതിന് വേണ്ടി ഞാനൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഞാൻ ചട്ടിയിലിട്ട് തട്ടിക്കൊടുത്തേ. അപ്പോൾ അതോട്ടിരിക്കട്ടെ. ഇനി ഞാൻ ഈ സ്റ്റൗ കത്തിച്ച് പാത്രം ഇങ്ങോട്ട് വെക്കാം. പാത്രം ഒന്ന് ചൂടാവട്ടെ.
ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ, കുറച്ച് മതി, ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. നമ്മളെ എണ്ണ ചൂടായേ. ഈ ചൂടായ എണ്ണയിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കിഴങ്ങില്ലേ അതിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണേ. കാര്യം കറിയിലിടുമ്പോൾ ഇതിൻ്റെ ആ പച്ച ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണേ. ഇങ്ങനെ കിടക്കട്ടെ. നമ്മൾ തക്കാളി ഒന്ന് നോക്കാം. തക്കാളി നല്ല വാടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അരപ്പില്ലേ അതിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ബാക്കി ചിക്കട്ടെ, അരിച്ച് വെള്ളം ഒഴിച്ച് കഴുകി ഒഴിക്കാം. ഇതൊന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. തീ കുറച്ചിട്ടേക്കണേ ഈ സമയത്തൊക്കെ. നമുക്ക് ശകലം ഒന്ന് തീ കൂട്ടിയിട്ട് കൊടുക്കാം. കാര്യം ഇത് ഒഴിക്കുമ്പോൾ അടിയിലുള്ള എല്ലാം കൂടെ ആ വെളുത്തുള്ളിയൊക്കെ വറുത്തയില്ലേ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതൊക്കെ ചട്ടിയിൽ പറ്റിയിരിപ്പുണ്ടായിരുന്നു. എല്ലാം നല്ല മിക്സായേ. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കാം. ഇതിൽ കുറേ കൂടെ വെള്ളം ഒഴിക്കേ. അതും അരപ്പ് വേണ്ടേ, ഇതും പോലെ കുറച്ചും കൂടി വെള്ളം വേണം. ഇനി ഇതിലോട്ട് തീ നല്ല കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് പുളിക്കനുസരിച്ച് ഞാനിപ്പം ടേസ്റ്റാണ് ഒഴിക്കുന്നത്. ഞാനൊരു 1.5 ടീസ്പൂണോളം പേസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. ഒരു നാരങ്ങ വലിപ്പത്തിനുള്ള പുളി നമ്മുടെ പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കേ. ഇത് ഇളക്കി കൊടുക്കണേ. ചെറിയ തീ കിടക്കാണ്. ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം, പോരെങ്കിൽ പിന്നിട്ട് കൊടുക്കാം. മതിയേ, ഇത്രയും വെള്ളം. കറി മീൻ വേവാനുള്ള വെള്ളം വേണേ. മതി. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. തിളയ്ക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാൻ പറ്റുള്ളേ. നമ്മുടെ ഇതൊക്കെ ഒന്ന് ചെറിയ തീയിൽ ഇതിട്ടേക്കാണ്, അതവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് മീൻ അത് തിളക്കട്ടെ, അരപ്പ് തിളക്കട്ടെ. അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ കുട്ടിയെടുപ്പ് കത്തിക്കേ. പാത്രം ചൂടാവട്ടെ. ഇനി ഈ പാത്രത്തിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ അരി. അതിപ്പോൾ മട്ടയരി ആണെങ്കിലോ ഏതരിയായാലും നമ്മുടെ വീട്ടിലുള്ള അരി 1/2 ടീസ്പൂണേ. ഇതെല്ലാം കൂടി ഇതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കാം. നോക്കിയേ, നമ്മുടെ പെരുംജീരകവും അരിയും കുരുമുളകും എല്ലാം നല്ല
മൂത്ത് കഴിഞ്ഞേ, നല്ല വറുത്തെടുത്തേ. ഇനി ഇത് ഗ്യാസ് ഓഫാക്കാം. ഇതൊന്ന് തണുക്കട്ടെ. എന്നിട്ട് വല്ല കല്ലിലോ ചെറിയ മിക്സിയിലോ ചെറിയ ജാറിലോ ഒക്കെ ഇട്ട് പൊടിച്ചെടുക്കേ. ഒന്ന് തണുക്കട്ടെ. നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. ഞാൻ ഈ കുരുമുളകും പെരുംജീരകമൊക്കെ വറുത്തവിടെ ഇരിക്കണേ, ആറട്ടെ. ഇനി മീനില്ലേ അതിനകത്തോട്ടിട്ട് കൊടുക്കേ. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. തിളക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ കുരുമുളകും പെരുംജീരകമൊക്കെ നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ഈ കുരുമുളകും അരിയും പെരുംജീരകവും ഇല്ലേ ഈ കല്ലിലോട്ടിട്ട് കൊടുക്കാം. നല്ലതുപോലൊന്ന് പൊടിച്ചെടുക്കേ. നമ്മുടെ മീൻകറി ഒരു 3 മിനിറ്റോളം നല്ല തീയിൽ തിളപ്പിച്ചിട്ടുണ്ടേ. കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മളിപ്പം പൊടിച്ചില്ലേ ഈ കുരുമുളകും പെരുംജീരകവും അരിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കേ. കുരുമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാൻ എരിക്ക് അനുസരിച്ചേ. എരി നിങ്ങൾക്ക് എത്ര വേണ്ട അതനുസരിച്ചേ. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിനകത്ത് വെച്ചേക്കുന്ന ഈ വരട്ടിയെടുത്തതിൻ്റെ വഴറ്റിയെടുത്ത കിഴങ്ങ് അതും ഇതിനകത്തിട്ട് കൊടുക്കേ. ഞാൻ ഗ്യാസ് ഇതിൻ്റെ ഓഫാക്കിയിട്ടില്ലേ ഈ കിഴങ്ങിൻ്റെ, കാരണം ഈ എണ്ണ ബാക്കി എണ്ണയിൽ ഒരു 4 പച്ചമുളക് 2ആയിട്ട് പിളർന്നിട്ട്, പിന്നെ കറിവേപ്പില ഒരു 3 തണ്ട് കറിവേപ്പില കഴുകി വെച്ചേക്കുന്നേ, അതും ഇങ്ങോട്ടിട്ടേക്കാം. എന്നിട്ടിത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചെറിയ തീയിൽ തന്നെ കിടക്കട്ടെ. നമുക്കൊന്ന് ഇളക്കാം. എന്നിട്ട് ഇനി ഒരു കവർ ചെയ്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഗ്യാസ് മീഡിയത്തിലോട്ട് ഫ്ലെയിം വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് ഇങ്ങനെ നടന്ന് വേകട്ടെ. മീഡിയത്തിലാക്കിയിട്ടേക്കുക. നമ്മുടെ ഈ കറിവേപ്പിലയും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയേ. ഇത് ഗ്യാസ് ഓഫാക്കിയിട്ടേക്കാം. അതിൽ തന്നെ അങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ മീൻ ഒരു 8 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മുടെ കറി നോക്കേ. മീഡിയം തീയിൽ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. ഒന്ന് ചുറ്റി കൊടുക്കാം. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കേ. നല്ല മണം വരുന്നുണ്ടേ. നല്ലൊരു കറി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു 2 മിനിറ്റും കൂടെ കിടക്കട്ടെ. ഞാൻ തീ ഒന്നും കൂടെ കുറയ്ക്കുക. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് കിടക്കട്ടെ. കവർ ചെയ്തെടുക്കട്ടെ. നമ്മുടെ കറി നോക്കേ. ഇപ്പോൾ 2 മിനിറ്റ് കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയ തീയിലേ. നല്ല മണമാണത് വരുന്നത്. നമ്മളിപ്പോൾ ഈ വാട്ടി വെച്ച് ഈ എണ്ണയിൽ, കിഴങ്ങ് വറുത്ത എണ്ണയിൽ ഞാൻ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടിരുന്നില്ലേ ആ ചൂടെണ്ണയിലോട്ട്, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യണ്ട, നമുക്കിത് കവർ ചെയ്യാം. ഇതൊന്ന് തീ ഒന്ന് അണച്ചു കൊടുക്കാം. തീ ഓഫാക്കാം. ഇനി ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ കറി നോക്കേ. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞു. എന്നിട്ട് മണം കണ്ടോ, നല്ല മണം. അപ്പം ഞാനിതൊന്ന് ചുറ്റി കൊടുക്കേ. ഓക്കെ ഓക്കെ. മീനൊന്നും ഉടഞ്ഞിട്ടില്ല, കിഴങ്ങ് പോലും നമ്മളെ ഉടഞ്ഞിട്ടില്ല. എന്നാൽ കിഴങ്ങ് ഇതാ നല്ല വെന്ത് കണ്ടോ. ഇത് രസമായി കിഴങ്ങ് കഴിക്കാമെന്നറിയാവോ. പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്താ ഒന്നും ഉടഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ഞാൻ താഴോട്ടൊന്ന് ഇറക്കി വെക്കേ.
കറി താഴോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് ചോറെടുത്തിട്ട് എങ്കിലേ ഈ കറിയുടെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുമേ, കഴിച്ചില്ലെങ്കിലും. ഓക്കെ, നല്ല കുറുകുറാന്നുള്ള ചാറ്, മീൻചാറും മീൻകറിയും കിഴങ്ങും. അയ്യോ എന്താ രുചിയെന്നറിയാവോ, ഉള്ളതെല്ലാം കൂടെ കോരി ഒഴിക്കുന്നില്ലേ. ഓക്കെ, നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മീൻകറി ചോറാണ്. വായിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം